മലപ്പുറം ജില്ല വിഭജിക്കണമെന്ന് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര സമൂഹ മാധ്യമത്തിലാണ് സബ് കളക്ടർ തന്റെ അഭിപ്രായം പങ്കുവച്ചത്. പുതിയ സർക്കാർ വരുമ്പോൾ പരിഗണിക്കണമെന്നാണ് കുറിപ്പ്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, നേരത്തെ ലീഗ് ഈ ആവശ്യം മുന്നോട്ട് വച്ചതാണ്. ഇപ്പോൾ സബ് കളക്ടർ ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ആവശ്യവുമായി എത്തുന്നത്? അതിന് കാരണങ്ങൾ അദ്ദേഹം നിരത്തുന്നുണ്ടോ? തീർച്ചയായും അനുജ, തിരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തൊരു 3 വർഷമാണ് വരാൻ പോകുന്നത് എന്ന വാചകങ്ങളോടെയാണ് ദിലീപ് കെ കൈനിക്കരയുടെ ഈ ഫേസ്ബുക്ക് കുറിപ്പ് തുടങ്ങുന്നത് തന്നെ. സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം പങ്കുവച്ച അഭിപ്രായത്തിൽ പറയുന്നത് പുതിയ സർക്കാർ വരുമ്പോൾ പരിഗണിക്കുമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് താൻ ഈ കുറിപ്പ് പങ്കുവെക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഭരണപരമായ കാര്യങ്ങളിലും പൊതു സൗകര്യത്തിലുണ്ടാകുന്ന പുരോഗതിക്കുമായി ഈ ജില്ലാ വിഭജനം കാണണം, അതിനുള്ളൊരു നിക്ഷേപമായി ജില്ലാ വിഭജനത്തെ കാണണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മലപ്പുറം ജില്ല വിഭജിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ജില്ലയിൽ 7 നിയമസഭാ മണ്ഡലങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാറ്റുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ ഈ ജില്ലയ്ക്കുണ്ടാകും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. പലതവണ ഇതുമായി ബന്ധപ്പെട്ട പ്രപ്പോസൽ അയച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ഒരു ആവശ്യമാണ് ഇത്. ഒരു ഭരണതലത്തിൽ നിന്നുകൂടി ഒരാൾ ആദ്യമായാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വിയോജിപ്പുകൾ ഒരുപക്ഷെ വരാൻ സാധ്യതയുണ്ട് ഈ കുറിപ്പിനോട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ഇനി എന്താണ് പുതിയ സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. മലപ്പുറം ജില്ല വിഭജിക്കണമെന്നാവശ്യമായി തിരൂർ സബ് കളക്ടർ സമൂഹ മാധ്യമത്തിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.